ആകെ പോൾ ചെയ്ത വോട്ട് 1078. UDF ലഭിച്ച വോട്ടാവട്ടെ 38 മുതൽ 49 വരെയാണ്. പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകളും അർബൻ സഹകരണ ബാങ്കുകളും പ്രതിനിധികളെ അയച്ചുകൊണ്ടാണ് കേരള ബാങ്കിലേക്കുള്ള ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകളും അർബൻ ബാങ്കുകളും ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് കേരള ബാങ്ക് ഇലക്ഷൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരള ബാങ്കിലെ ഇലക്ഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നിലവിലുള്ള ഭരണസമിതി ഗോപി കോട്ടമുറിക്കൽ, അതുപോലെ MK കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സുദീർഘമായ വിധത്തിൽ സഹകരണ മേഖലയിൽ ശ്രദ്ധേയമായ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് പൂർത്തീകരിക്കുന്നത്. സഹകരണ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ അധികാര പരിധിയിൽ ഭരണഘടന നിർവചിച്ചിട്ടുള്ള സഹകരണ മേഖലയെ ഹൈജാക്ക് ചെയ്തു. സംസ്ഥാനങ്ങളോട് കൂടി ആലോചിക്കാതെ ഒരു നിയമനിർമ്മാണവും നിലവിലുള്ള ഭരണഘടനയനുസരിച്ച് കേന്ദ്രത്തിന് നടത്താൻ അവകാശമില്ല. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും നിസ്സാരമായ കാര്യങ്ങളാണ്. അവരംഗീകരിക്കുന്ന ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയല്ല, മനുസ്മൃതിയാണ്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ ഭരണഘടനാ വിരുദ്ധമായി നിയമം കൊണ്ടുവന്നു. സുപ്രീം കോടതി അതിലെ സുപ്രധാനമായ വ്യവസ്ഥകൾ റദ്ദാക്കി. എന്നിട്ടും ഇപ്പോൾ സർക്കുലറിലൂടെയും നയങ്ങളിലൂടെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ മേൽ കവർന്ന് കയറുകയാണ് ചെയ്യുന്നത്. അതിനെതിരായി സഹകാരികളാകെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘട്ടത്തിലാണ് കേരള ബാങ്ക് ഇലക്ഷൻ. ഈ പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് സഹകരണമെന്ന് പറയുന്നത് സംസ്ഥാന വിഷയമാണ്, അതിനെ തകർക്കാൻ അനുവദിച്ചുകൂടാ. കേരളമാണ് മറ്റനേകം കാര്യങ്ങളിൽ ഇന്ത്യക്ക് മാതൃക എന്നതുപോലെ തന്നെ സഹകരണ മേഖലയിലും ഇന്ത്യക്ക് മാതൃകയാണ്. സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപ തുകയെന്ന് പറയുന്നത് രാജ്യത്താകെയുള്ള നിക്ഷേപത്തിൻ്റെ 70%. ഇത്തരത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് കേരള ബാങ്കിനുണ്ട്. ആ കേരള ബാങ്കിനെയും കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളെയും തകർക്കുന്ന ഒരു നയമാണ് പുതുതായി നിക്ഷേപത്തിന് TDS നൽകണമെന്നുള്ള വ്യവസ്ഥ. 50 കോടിയിലധികം ടേൺ ഓവറുള്ള ബാങ്കുകളിൽ നിന്ന് TDS പിരിച്ചടക്കണമെന്ന് പറയുന്നത് കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രാഥമിക ബാങ്കിംഗ് മേഖലയിൽ സഹകരണ മേഖലയിൽ നിക്ഷേപം നാട്ടുകാർ വളരെയേറെ വിശ്വാസപൂർവം നിക്ഷേപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അങ്ങനെ വന്നാൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തകരുകയായി. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. മറ്റു ബാങ്കുകൾ അവർക്ക് TDSഉം ആദായ നികുതിയും ഒന്നും ബാധകമല്ല. യഥാർത്ഥത്തിൽ സഹകരണ ബാങ്കുകളിലായാലും ദേശസാൽകൃത ബാങ്കുകളിലായാലും പണം നിക്ഷേപിക്കുന്നവർ അവർ ആദായ നികുതിയുടെ പരിധിയിൽ വരുന്നവരാണെങ്കിൽ വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക്
അവർ ആദായ നികുതി അടക്കുന്നുണ്ട്. നിയമാനുസൃതമായി ആദായ നികുതി അടക്കുന്നവരുടെ പണമാണ് ബാങ്കുകളിൽ എത്തുന്നത്. പിന്നെ ആ പണത്തിന് വീണ്ടും ഒരാദായ നികുതി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നികുതിക്ക് പുറമേ ഒരു നികുതിയോ? ഇത് ഭരണഘടനാ വിരുദ്ധവുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് നിക്ഷേപം ഏറ്റവും കൂടുതൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാണ് ഇന്ത്യയിൽ വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ തകർക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ എന്നതാണ് പൊതുവായി ഉയർന്നു വരുന്ന അഭിപ്രായം. അതുകൊണ്ട് കേരള ബാങ്ക് ഈ ഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല, കേരള ബാങ്ക് ഇപ്പോൾ ഷെഡ്യൂൾഡ് ദേശസാൽകൃത ബാങ്കുകളുടെ പദവിയിൽ നിലനിൽക്കുന്നതാണ്. കേരളത്തിലെ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾക്ക് കേരള ബാങ്ക് സഹായം നൽകുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ കേരള ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ UDF ഭരിക്കുന്ന ചില ബാങ്കുകളുടെ പ്രതീതികൾ കൂടി വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. 959 വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് കേരളത്തിലുള്ളത്. പക്ഷേ ലഭിച്ചത് 1007 മുതൽ 1020 വരെയുള്ള വോട്ടുകളാണ്. ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് LDFൻ്റെതല്ലാത്ത UDF അനുകൂല സഹകരണ ബാങ്കുകളുടെ പ്രതീതികളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവരും ഈ തെരഞ്ഞെടുപ്പുമായി സഹകരിച്ചവരുമായ എല്ലാവരോടും, എല്ലാ സഹകാരികളോടും ഇടതുപക്ഷത്തിനുള്ള നന്ദിയും കടപ്പാടും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. പുതിയ പ്രസിഡന്റ് P. മോഹനൻ മാസ്റ്ററും വൈസ് പ്രസിഡന്റ് TV രാജേഷുമാണ്. ഇവരടക്കമുള്ള 14 അംഗ ഭരണസമിതിയെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർ ഈ ഭരണസമിതിയെ നല്ല നിലയിൽ നയിക്കും. പ്രസിഡന്റിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. ഈ സന്ദർഭത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 5 വർഷം മുമ്പാണ് ഭരണസമിതി കേരള ബാങ്ക് രൂപീകരണത്തെ തുടർന്ന് ആദ്യമായി ചുമതലയേറ്റത്. 5 വർഷക്കാലത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയിലുള്ള ഇടപെടലും തികച്ചും മാതൃകാപരമായിരുന്നു. മാത്രമല്ല, ഇന്ന് രാജ്യത്തെ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ എല്ലാ മേഖലയിലും രംഗത്തും പ്രഥമ സ്ഥാനത്ത് കേരള ബാങ്ക് എത്തിയിരിക്കുകയാണ്. അത് ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും, വായ്പ നൽകുന്ന കാര്യത്തിലായാലും, നിക്ഷേപ സമാഹരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം കേരള ബാങ്ക് ഇന്ന് 1-ാം സ്ഥാനത്താണ്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ഏറ്റവും നിർണായക ഘടകമായി കേരള ബാങ്ക് ഇതിനകം ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലും അതുപോലെ തന്നെ പരിശ്രമവുമാണ് യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ് യഥാർത്ഥത്തിൽ കേരള ബാങ്ക് രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളും അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്കുമെല്ലാം സമന്വയിപ്പിച്ച് 2019 രൂപം കൊണ്ട കേരള ബാങ്ക് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിലെ അംഗങ്ങളായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ പ്രാഥമിക വായ്പാ സംഘങ്ങളാണ്. പ്രാഥമിക വായ്പാ സംഘങ്ങളുടെ വളർച്ചയും പുരോഗതിയും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ തുടർച്ചയായി ഇനിയും ഇടപെടലുകൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വായ്പാ കുടിശ്ശിക അത് പിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ നല്ല നിലയിൽ, ശ്ലാഘനീയമായ നിലയിൽ നേരത്തെയുള്ള ഭരണസമിതി അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പുരോഗതികൾ അതിന് വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി ലക്ഷ്യം ഇട്ടതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായി പുതിയ ഭരണസമിതിയും ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ സ്വാഭാവികമായും അംഗസംഘങ്ങൾക്ക് ഡിവിഡൻഡ് നൽകുന്നതിലേക്ക് ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തി നിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് ആവശ്യമായ നിലയിൽ
നെറ്റ് പ്രോഫിറ്റിലേക്ക് നല്ല നിലയിലുള്ള നെറ്റ് പ്രോഫിറ്റ് കൈവരിക്കുന്നതിന് കേരള ബാങ്കിന് കഴിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം നല്ല നിലയിൽ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ പുതിയ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ, സർക്കാർ അതുപോലെ സഹകരണ വകുപ്പ്, അതുപോലെ ഇതിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ലക്ഷക്കണക്കായ സാധാരണ മനുഷ്യർ, ഇടപാടുകാർ, ഇവരുടെയെല്ലാം പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകും. മാധ്യമങ്ങളുടെയും നല്ല നിലയിലുള്ള പിന്തുണയും സഹകരണവും ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അല്ല, അത് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം ഹരീന്ദ്രൻ സ്റ്റേറ്റ്മെന്റ് വലിയ വിവാദമാകുന്നുണ്ട്. സംഘപരിവാർ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാറിയ വിമർശനമാണ്. സ്ത്രീപീഡകന്മാർ ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ പെട്ടവർ മാത്രമല്ല. സ്ത്രീപീഡകന്മാരെ സമൂഹമാകെ ഒറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പാലത്തായി സംഭവത്തിന് ഉത്തരവാദിയായ അധ്യാപകൻ്റെ പേരിൽ മാതൃകാപരമായ ഒരു ശിക്ഷയാണ് കോടതിയിൽ നിന്നുണ്ടായത്. മരണം വരെ ജീവപര്യന്തം. ആ കേസ് തേച്ചുമായ്ച്ച് കളിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJP ഉന്നത തലങ്ങളിൽ നടത്തിയിരുന്നു. പക്ഷേ അന്വേഷണ സംഘം തെളിവുകൾ കണ്ടെത്തി ശാസ്ത്രീയമായ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടാണ് ശിക്ഷ നൽകിയത്. അതുകൊണ്ട് സ്ത്രീ പീഡകന്മാർ ആരായാലും സ്ത്രീ പീഡകന്മാരാണ്. 10 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി തുടർച്ചയായി പീഡിപ്പിച്ച ആ അധ്യാപകൻ ഗുരുവല്ല, പിന്നെയോ സമൂഹത്തിനാകെ വെറുക്കപ്പെട്ട ഒരാളാണ്. ഇതാണ് ആ സംഭവത്തിൻ്റെ വസ്തുത. അതുകൊണ്ട് ആ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് മാത്രമേ CPM-നുള്ളൂ. CPIM എല്ലാ പ്രശ്നങ്ങളിലും ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് പോലെ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ച ശരിയായ നിലപാട് സ്ത്രീ പീഡനത്തെയാണ് എതിർക്കുന്നത്. അതിന് ഉത്തരവാദികൾ ആരാണോ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പീഡനത്തിന് വർഗീയതയില്ല. പീഡകന്മാരെ വർഗീയമായി ചെയ്തിരിക്കാൻ കഴിയില്ല. അവരാരാണോ പീഡനം നടത്തുന്നത് അവരാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കുപ്രസിദ്ധി ആർജിച്ചല്ലോ. ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തെ വർഗീയമായിട്ടല്ല കാണേണ്ടത്. അതുപോലെ പാലത്തായി സംഭവത്തെ വർഗീയമായിട്ടല്ല കാണേണ്ടത്. ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എല്ലാ വിഭാഗത്തിലും പെട്ട പീഡകന്മാരെ ഒറ്റപ്പെടുത്തുന്ന സമൂഹം എന്നുള്ളതാണ്. അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതാണ് തെറ്റ്. ഇതിൽ അന്നുണ്ടായ ക്യാമ്പയിൻ മാധ്യമ സുഹൃത്തുക്കൾ ഓർക്കണം. അന്ന് ഗവൺമെൻറ്റിനെതിരായി ഒരു ഭാഗത്ത് BJP, മറ്റൊരു ഭാഗത്ത് SDPI, വേറൊരു ഭാഗത്ത് ലീഗ്, ഇവരെല്ലാം ചേർന്ന് ഗവൺമെൻറ് വിരുദ്ധ പ്രസംഗങ്ങളും പ്രചാരവേലകളും വ്യാപകമായി നടന്നു. ഇതാ സംഘപരിവാറുകാരനെ രക്ഷിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രചാരവേലയുണ്ട്. ഏത് പ്രശ്നത്തെയും സംഘപരിവാറിനെ സഹായിക്കുകയാണ് ഇടതുപക്ഷം എന്നുള്ള പ്രചാരവേല. ആ പ്രചാരവേലയിൽ ഒരർത്ഥവുമില്ല. മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചിലർ പറയാറുണ്ട് BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു വസ്തുതയുമില്ല. പച്ചക്കള്ളമാണത്. CPM-ഓ ഇടതുപക്ഷമോ സംഘപരിവാറിൻ്റെ വക്താക്കളല്ല, അവരെ സഹായിക്കുന്നവരല്ല. അവരുടെ രാഷ്ട്രീയത്തോട് ഒട്ടും യോജിപ്പില്ല. അവരുടെ രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഭരണഘടന 1950 ജനുവരി 26 പാസ്സാക്കിയത് അംഗീകരിക്കുന്നില്ല അവർ. പിന്നെ എങ്ങനെയാണ് അവരെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക? വർഗീയത ഏതായാലും തെറ്റാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത. RSSും സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ ഫാസിസ്റ്റ് വെല്ലുവിളിയെ നേരിടാൻ ജമായത്തെ ഇസ്ലാമിയും സുഡാപ്പിയും ചേർന്ന് എന്തെങ്കിലും കോപ്രായം കാട്ടിയാൽ നടക്കില്ല. ഇവിടെ സംഘപരിവാറുകാരനായ ഒരു നേതാവിൻ്റെ
10 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച നടപടിക്കെതിരായി ഇടതുപക്ഷം തികച്ചും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ ആ ഘട്ടത്തിലാണ് സംഘപരിവാറുകാരും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു, സുഡാപ്പിയും കുറ്റപ്പെടുത്തുന്നു, ലീഗും കുറ്റപ്പെടുത്തുന്ന നില വന്നത്. ആ പ്രശ്നമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ഒറ്റ പക്ഷമേ ഉള്ളൂ, സ്ത്രീപക്ഷം, കുട്ടികളുടെ പക്ഷം. പോസ്കോ കേസാവുമ്പോൾ കുട്ടികളുടെ പക്ഷത്താണ് നമ്മളെല്ലാം നിലകൊള്ളേണ്ടത്. RSSന്റെ ശാഖയിൽ നിന്നാണല്ലോ അച്ഛൻ്റെ കയ്യും പിടിച്ചു പോയ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആനന്ദജി എന്ന് ഇന്ന് 24 വയസ്സിലേക്ക് എത്തിയപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ട ആ ചെറുപ്പക്കാരനെ എഴുതി വെച്ചത്, ഒരാളും RSSന്റെ ശാഖകളിൽ പോകാൻ പാടില്ല. എന്തുകൊണ്ട്? എൻ്റെ അനുഭവം അതാണ്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു തുടർച്ചയായി. ലൈംഗിക പീഡനമാണ് RSSന്റെ ക്യാമ്പിൽ നടക്കുന്നത്. ഇതിൻ്റെ മറുഭാഗത്ത് സുഡാപ്പിയും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ഭീകരവാദ പ്രസ്ഥാനവും ആയുധ പരിശീലനം നടത്തിക്കൊണ്ട് അണികളെ യഥാർത്ഥത്തിൽ സാമൂഹ്യ വിരുദ്ധ ചെയ്തികൾ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. രണ്ടും എതിർക്കേണ്ട ഒന്നാണ്. ഈ സമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നത്. അതായത് ആ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നീട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. ഈ ആളിപ്പോഴും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇപ്പോഴും നിൽക്കുന്നു. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കണ്ട. കാഞ്ഞിരക്കുരുവിൽ നിന്ന് മധുരം കിട്ടില്ല. പക്ഷേ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ അതിനെതിരാണ്. രാഹുലിനെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രചരണ രംഗത്ത് ഉപയോഗിച്ചാൽ കുറ്റിച്ചൂലായിരിക്കും പാലക്കാട് കോൺഗ്രസിൻ്റെ വീടുകളിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ വരവേൽക്കുക, കുറ്റിച്ചൂല് ഉപയോഗിച്ചിട്ട്. ലോകത്തൊരാളെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിലെല്ലാം വാട്സപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈലുണ്ട്, നെറ്റുണ്ട്. ഇതിൽ ഗൂഗിൾ പേ ഉണ്ട്. ഗൂഗിൾ പേ ഇലക്ട്രിസിറ്റി ആഫീസിലും BSNLലും പണം അടക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രാഹുലിൽ ലൈംഗിക അശ്ലീല പ്രചാരവേലക്ക് ഈ ഗൂഗിൾ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന പുതിയ ശാസ്ത്രവിദ്യയിലൂടെ ലൈംഗിക പീഡനത്തിന് പുതിയ മാനങ്ങൾ നൽകിയ രാഹുലിനെ കുറിച്ചാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നന്മ നിറഞ്ഞ ഒരാളെന്ന് കാണുന്നത്. അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയാൽ ഉറപ്പ് അവിടെ കുറ്റിച്ചൂല് കൊണ്ടായിരിക്കും UDFന്റെ വീടുകളിലുള്ള സ്ത്രീകൾ നേരിടുക. നിയമസഭയിൽ വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവൊക്കെ വരണ്ടെന്നുള്ള നിലപാട് സ്വീകരിച്ചു. പക്ഷെ ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പിൽ സജീവമായി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അല്ലേ പുറത്താക്കലും അകത്താക്കലുമാണല്ലോ കോൺഗ്രസ്, അല്ലാതെ തെറ്റിനെതിരായ നിലപാടല്ലല്ലോ. അവർ പുറത്താക്കും, അകത്താക്കും. അവർ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അകത്താക്കുന്നതിൻ്റെ മറ്റൊരർത്ഥമാണ്. പ്രതിഷേധം എന്ന് പറയുന്ന ഒരാളെ കായികമായി നേരിടലല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റിനേക്കാൾ വലുതല്ല മറ്റൊരു പ്രതിഷേധവും. അതുകൊണ്ട് രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ ജനമനസ്സുകളിൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും അവരുടെ മനസ്സിൽ കൊടുങ്കാറ്റിൻ്റെ പ്രതിഷേധമാണ്.